കുംഭമേളയിലൂടെ വൈറലായ ചാരക്കണ്ണുള്ള മോണലിസ എന്ന പെൺകുട്ടിയെ ആർക്കും അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. തിളങ്ങുന്ന കണ്ണുകളും മനോഹരമായ ചിരിയുമുള്ള ആ കൊച്ചുസുന്ദരി മേളയിൽ രുദ്രാക്ഷമാല വിൽക്കാൻ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു എത്തിയത്. പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. നിമിഷനേരം കൊണ്ടാണ് പിന്നീട് മോണലിസ ലോകം മുഴുവൻ പ്രശസ്തയായത്. കുംഭമേളയിൽ എത്തിയതോടെ മോണലിസയുടെ ജീവിതം മാറിമറിഞ്ഞു എന്നു തന്നെ പറയാം. പെൺകുട്ടിയെ തേടി നിരവധി അവസരങ്ങളാണ് പിന്നീടെത്തിയത്. ബോളിവുഡിൽ നടിയായി അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുകയാണ് മോണലിസ. മാത്രമല്ല, ചെമ്മണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസഡറാകാനുള്ള അവസരവും പെൺകുട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. മോണലിസ ഇതിന്റെ ഭാഗമായി ഉടൻ കേരളത്തിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണൂർ തന്നെ അറിയിച്ചിരുന്നു. ഫെബ്രുവരി 14 താൻ ബോബി ചെമ്മണൂരിനൊപ്പം കോഴിക്കോട് എത്തുമെന്ന് പെൺകുട്ടി പറയുന്ന വീഡിയോ ആണ് ബോബി ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചത്. കോഴിക്കോട് രാവിലെ 10:30 പരിപാടി. അതേസമയം ചെമ്മണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ടാണ് മോണലിസയെ ബോബി കേരളത്തിലെത്തിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ലക്ഷങ്ങൾ പ്രതിഫലം നൽകി. 15 ലക്ഷമാണ് ബോബി ചെമ്മണൂർ മോണലിസയ്ക്ക് പ്രതിഫലമായി നൽകുന്നതെന്നാണ് റിപ്പോർട്ട്. മോണലിസയെ ബോബി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ തന്നെ പെൺകുട്ടിക്ക് ലക്ഷങ്ങൾ പ്രതിഫലം ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. പലപ്പോഴും ഉദ്ഘാടനത്തിനെത്തുന്ന സെലിബ്രിറ്റി താരങ്ങൾക്ക് വലിയ വിലയുള്ള ആഭരണങ്ങൾ ബോബി സമ്മാനമായി നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ പരിപാടിയിൽ വെച്ച് മോണലിസയ്ക്ക് കുറഞ്ഞത് 2 പവന്റെ ആഭരണങ്ങളെങ്കിലും ബോബി കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരിൽ പലരും കമന്റ് ചെയ്യുന്നത്. മാത്രമല്ല, പെൺകുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടെന്നും ബോബിക്ക് കഴിയുമെങ്കിൽ അതിനുകൂടി ശ്രമിക്കണമെന്നും ചിലർ കമന്റ് ചെയ്യുന്നു. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മോണലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്നത്. ചിത്രത്തിനായി പെൺകുട്ടിക്ക് 21 ലക്ഷം രൂപ പ്രതിഫലമായി ലഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.